നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സഹകരണ ബാങ്കുകളെ സംരക്ഷിച്ചു നിർത്താൻ സഹകാരികൾ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് സ്പീക്കർ എൻ ഷംസീർ. വന്യജീവി ആക്രമണ ഭീഷണി നേരിടുന്ന മലയോര മേഖലയിലെ കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്നതിനായി CMP ഹൈക്കോടതിയിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നിന്റെ ക്ഷാമത്തിന് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് MK രാഘവൻ MP-യുടെ ഉപവാസ സമരം. ബീച്ച് ഫയർ സ്റ്റേഷൻ താൽക്കാലികമായി പ്രവർത്തിക്കാൻ സരോവരത്തെ സ്ഥലം അനുയോജ്യമാണെന്ന് റിപ്പോർട്ട്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്ന കെ സുരേന്ദ്രന്റെ പ്രസ്താവന CPM BJP ബാന്ധവത്തിന്റെ ഉദാഹരണമെന്ന് ഷാഫി പറമ്പിൽ. ബേപ്പൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചൂടുപിടിക്കുന്നു. ഗോദീശ്വരം ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തുടക്കം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സഹകരണ ബാങ്കുകളെ സംരക്ഷിച്ചു നിർത്താൻ സഹകാരികൾ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ കോഴിക്കോട് ചെലവൂർ സഹകരണ ബാങ്കിന്റെ കേന്ദ്ര ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. 1951 ഐക്യ നാണയ സംഘം എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു. 1963 ചെലവൂർ സഹകരണ ബാങ്കായി പരിവർത്തനം ചെയ്തത്. 6 പതിറ്റാണ്ട് പിന്നിട്ട ബാങ്കിന് സ്വന്തമായൊരു ആസ്ഥാനം യാഥാർത്ഥ്യമായി. നിയമസഭാ സ്പീക്കർ AN ഷംസീർ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്തു. സഹകരണ ബാങ്കുകളെ സംരക്ഷിച്ചു നിർത്താൻ സഹകാരികൾ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് നിയമസഭാ സ്പീക്കർ പറഞ്ഞു. സഹകരണ പ്രസ്ഥാനങ്ങളാണ് കേരളത്തിന്റെ സാമൂഹിക മാറ്റത്തിൽ വലിയ പങ്ക് വഹിച്ചത്. സഹകരണ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നവർ നല്ല ജാഗ്രത വേണം. പല തട്ടിപ്പുണ്ട്. അതിനെല്ലാം ജാഗ്രതയോടുകൂടി നേരിടാൻ നമുക്ക് സാധിക്കണം. സഹകരണ മേഖല കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് കരുത്തു പകരുന്നതാണ്. ഇതിനെങ്ങനെ തകർക്കാം? അതിന് നമ്മൾ എന്നെ വടിച്ചെത്തി കൈ കൊടുക്കുന്നു. നിങ്ങൾ അടിച്ചൊന്നും പറഞ്ഞിട്ട് കരുവന്നൂർ ബാങ്കിൽ നഗ്നമായ തട്ടിപ്പാണ്, സംശയമൊന്നും വേണ്ട. പക്ഷെ അതിന്റെ പേരിൽ എല്ലാം തട്ടിപ്പാണെന്ന് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സഹകാരികൾ നല്ല ജാഗ്രത കാണിക്കണം. തോട്ടത്തിലെ രവീന്ദ്രൻ MLA അധ്യക്ഷനായിരുന്നു. കോർപ്പറേഷൻ കൗൺസിലർമാരായ MP ഹമീദ്, CM ജംഷീർ, സ്മിത വള്ളിശ്ശേരി, EM സോമൻ, ബാങ്ക് പ്രസിഡന്റ് KS പ്രബീഷ് കുമാർ, സെക്രട്ടറി കാവ്യ ബാലകൃഷ്ണൻ, ഡയറക്ടർമാരായ OT തോമസ്, K ഗംഗാധരൻ, T സമീർ, MN രാധാമണി, KP ജഗന്നാഥൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ആദ്യ ഡെപ്പോസിറ്റ് ശിവപ്രിയയിൽ നിന്നും തോട്ടത്തിലെ രവീന്ദ്രൻ MLA ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വന്യജീവി ആക്രമണ ഭീഷണി നേരിടുന്ന മലയോര മേഖലയിലെ കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്നതിനായി CMP ഹൈക്കോടതിയെ സമീപിച്ചു. കേസ് പരിഗണിച്ചതോടെ ഇക്കാര്യത്തിൽ അടിയന്തരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും CMP സംസ്ഥാന സെക്രട്ടറി CN വിജയകൃഷ്ണൻ പറഞ്ഞു. മലയോര പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളെ ഇൻഷുർ അത് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ആ പ്രാദേശിക ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ അറേഞ്ച് ചെയ്യാറ്. സ്റ്റേറ്റ് മുനിസിപ്പാലിറ്റി മാത്രമാണ് ഫോറസ്റ്റിനോട് അടുത്ത് കിടക്കുന്നത്. അത് ഗ്രാമപഞ്ചായത്തുകളായാലും മുനിസിപ്പാലിറ്റികളായാലും അതിലൊരു 20% 40% അല്ലെങ്കിൽ 60% സെൻട്രൽ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും എടുക്കുക. അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ കയറി ചെല്ലുമ്പോൾ ആ ടൂറിസ്റ്റുകളെ ടൂർ പോയിന്റ് നമ്മൾ വയനാട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വയനാട്ടിലെ പോയിന്റ് തന്നെ ഇൻഷുർ ചെയ്യുക. അവരെ സ്വന്തം ഇൻഷുർ. വന്യജീവി ആക്രമണ വിഷയത്തിൽ ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള ജാഗ്രതയ്ക്ക് പുറമെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുന്നതുൾപ്പെടെയുള്ള നീതിക്കായി സുപ്രീം കോടതിയെ വരെ സമീപിക്കാനാണ് തീരുമാനമെന്ന്
CMP സംസ്ഥാന സെക്രട്ടറി CN വിജയകൃഷ്ണൻ പറഞ്ഞു. ഈ വിഷയത്തിൽ നിയമവിദഗ്ധരുമായി ഉൾപ്പെടെ പാർട്ടി ആശയവിനിമയം നടത്തി കഴിഞ്ഞു. എല്ലാവിധ സുരക്ഷയും ഏർപ്പെടുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണുള്ളതെന്നും വിജയകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഹൈക്കോടതിയിൽ 11-ാം തീയതി ഫയൽ ചെയ്ത കേസിൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ബെഞ്ചിലാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ആളുകൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെ ഇരകളുടെ മുൻപാകെ എത്തിച്ച് അനുമതി വാങ്ങിയാണ് കോടതി നടപടികളിലേക്ക് നീങ്ങിയതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നിന്റെയും ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെയും ക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് MK രാഘവൻ MP ഉപവാസം നടത്തി. മെഡിക്കൽ കോളേജിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി MK മുനീർ MLA ഉദ്ഘാടനം ചെയ്തു. മലബാറിലെ 6 ജില്ലകളിൽ നിന്നും 1.5 കോടിയോളം വരുന്ന സാധാരണക്കാർക്ക് അത്താണിയാവുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം രൂക്ഷമാവുകയും ശസ്ത്രക്രിയയ്ക്കടക്കം ആവശ്യമായ വസ്തുക്കളും മറ്റും കിട്ടാതെ വന്നതോടെ ദുരിതത്തിൽ വലയുകയാണ് രോഗികൾ. പാവപ്പെട്ടവരുടെ അഭയകേന്ദ്രമായ കോഴിക്കോട് മെഡിക്കൽ കോളേജിനോടും അവിടുത്തെ രോഗികളോടും ജനങ്ങളോടുമുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് MK രാഘവൻ MP കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുൻപിൽ ഏകദിന ഉപവാസം നടത്തിയത്. MK മുനീർ MLA ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. അതിദയനീയ അവസ്ഥ, ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട MK രാഘവൻ MP ഈ ഒരു ഉപവാസത്തിന് തയ്യാറായിരിക്കുന്നു. മാത്രമല്ല, നമുക്കറിയാം ട്രൈബൽ മേഖലയിൽ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി വിതരണം ചെയ്തിട്ടുള്ള മരുന്നുകളുടെയും പണം ഇതുവരെ കൊടുത്തു. ആശുപത്രിയിലേക്ക് ആവശ്യമായ ഭൂരിഭാഗം മരുന്നുകളും ഡയാലിസിസിനുള്ള വസ്തുക്കളും ഉൾപ്പെടെ രോഗികൾ പുറത്തുനിന്നും വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ്. കോഴിക്കോട് ജില്ലയിലെ ഏകദേശം 75ഓളം വിതരണക്കാർക്ക് 75 കോടി രൂപയോളം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും കിട്ടാനുണ്ട്. വിതരണക്കാരുടെ സമരം ഒരാഴ്ചയായിട്ടും പരിഹാര നടപടികളെടുക്കാതെ കൈമലർത്തുകയാണ് ആരോഗ്യവകുപ്പ്. ഫണ്ട് ലഭിച്ചാലുടൻ വിതരണക്കാർക്ക് പണം നൽകുമെന്ന് മാത്രമാണ് ആശുപത്രി അധികൃതരുടെ പ്രതികരണമെന്നും അതുവരെ ജനം ദുരിതം അനുഭവിക്കണമെന്നും എന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിലപാടെന്നും UDF കോഴിക്കോട് പാർലമെന്റ് കമ്മിറ്റി കുറ്റപ്പെടുത്തി. ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്തതിനാലാണ് ഉപവാസ സമരത്തിലേക്ക് നീങ്ങിയത്. ഉദ്ഘാടന പരിപാടിയിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ അധ്യക്ഷത വഹിച്ചു. അഹമ്മദ് പുന്നക്കൽ, PM നിയാസ്, MA റസാഖ് മാസ്റ്റർ, UC രാമൻ, അഭിജിത്ത് KM, UV ദിനേശ് മണി, സൂപ്പി നരിക്കാട്ടേരി, ഡോക്ടർ അജിത, പ്രദീപൻ മാസ്റ്റർ തുടങ്ങിയ നേതാക്കളും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. അതെ, കല്യാൺ സിൽക്സ് കൊല്ലത്തൊരു ബഡാ ഷോറൂമും കോഴിക്കോട് ഒരു ബഹുത്ത് ബഡാ ഷോറൂം തുടങ്ങുന്നുണ്ടല്ലോ. അത് നിങ്ങൾ പറഞ്ഞിട്ടാ? അത് പറയേണ്ടവര് പറഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞിട്ടാ. കോഴിക്കോടുകാർക്ക് എന്താ വലിയ ഷോറൂം പറ്റില്ലേ? വലുതൊരെണ്ണം വരട്ടേന്നേ. കൊല്ലത്ത് വലിയ ഷോറൂമും വലിയ കളക്ഷനും വരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. വലുതൊരെണ്ണം വരട്ടെന്നേ. നമ്മൾ ഈ വെഡിങ് പർച്ചേസിനൊക്കെ പോകുമ്പോൾ കുറച്ച് പ്രൈവസി ഒക്കെ വേണ്ടേ? പുതിയ ഷോറൂമിൽ ഒരേ സമയത്ത് ഒരു 10-200 വെഡിങ് പാർട്ടീസിന് സുഖമായിട്ട് ഷോപ്പ് ചെയ്യാം. വലുതൊരെണ്ണം വരട്ടെന്നേ. ഫ്രഷ് ഐഡിയാസ് വന്നാലേ ഷോപ്പിംഗ് സുഖമാവുള്ളൂ. വലുതൊരെണ്ണം വരട്ടെന്നേ. കേട്ടല്ലോ, വലുതൊരെണ്ണം വരട്ടെന്നേ. ഒന്നല്ല, 2 2 വലിയ ഷോറൂമുകളുമായി കല്യാൺ സിൽക്സ് എത്തുന്നു. ഉദ്ഘാടനം ശ്രീ പൃഥ്വിരാജ്. കോഴിക്കോട് മാർച്ച് 20-ന്, കൊല്ലം മാർച്ച് 25-ന്. കല്യാൺ സിൽക്സ്, തൊണ്ടയാട് ജംഗ്ഷൻ, മാവൂർ റോഡ്, കോഴിക്കോട്. ചിന്നക്കട, കൊല്ലം. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്. 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും. വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബീച്ച് ഫയർ സ്റ്റേഷൻ താൽക്കാലികമായി പ്രവർത്തിക്കാൻ സരോവരത്തെ സ്ഥലം അനുയോജ്യമാണെന്ന് റിപ്പോർട്ട്.
റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷൻ പ്രവർത്തനം താൽക്കാലികമായി സരോവരത്തേക്ക് മാറ്റാൻ അടിയന്തര അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. സരോവരത്തെ സ്ഥലം അഗ്നിരക്ഷാസേന അധികൃതർ പരിശോധിച്ച് സ്റ്റേഷൻ പ്രവർത്തനത്തിന് ഉചിതമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും ബീച്ച് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതുവരെ സരോവരത്തെ സ്വന്തം സ്ഥലത്ത് താൽക്കാലികമായി പ്രവർത്തിക്കാൻ അനുമതി നൽകാമെന്ന് സ്വകാര്യ വ്യക്തി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും MDC പ്രസിഡന്റ് C. ചാക്കുണ്ണി പറഞ്ഞു. മാവൂർ റോഡിലെ ഗ്രീൻ മെട്രോ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉടമ മുഹമ്മദ് അബ്ദുൽ കരീം ഫൈസലാണ് 40 സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകാമെന്ന് അറിയിച്ചിരിക്കുന്നത്. 6 വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ഗ്യാരേജും ജീവനക്കാർക്കുള്ള മറ്റു കെട്ടിടങ്ങളും സൗജന്യമായി ഒരുക്കി നൽകാമെന്ന് ഇദ്ദേഹം അറിയിച്ചിട്ടുണ്ടെന്നും C. ചാക്കുണ്ണി പറഞ്ഞു. ഒന്നൊന്നായിട്ട് പല നിർദ്ദേശങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറൽ കൊടുത്തിട്ടുണ്ട്. അനുയോജ്യ സ്ഥലം മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ചൂണ്ടിക്കാണിച്ച സ്ഥലം അനുയോജ്യമുള്ള ഉത്തരവാണ് ഇപ്പോൾ ഗവൺമെന്റിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എത്രയും വേഗം താൽക്കാലിക ഫയർ സ്റ്റേഷൻ നിർമ്മിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റുകയും വൻ തീപിടുത്ത വേളകളിൽ അതിന് പരിഹാരമാണുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. മുഹമ്മദ് അബ്ദുൽ കരീം ഫൈസലിന്റെ സമ്മതപത്രമടക്കം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ മുഖ്യമന്ത്രിക്കും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറലിനും കത്ത് നൽകിയത്. ഇതിന്റെയും കോഴിക്കോട് റീജിയണൽ ഫയർ ഓഫീസറുടെ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. ബീച്ച് ഫയർ സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്ന കെട്ടിടം തകർന്ന് വീഴാറായതിനെ തുടർന്ന് പ്രവർത്തനം താൽക്കാലികമായി നിർത്തിയിരുന്നു. ഒരു യൂണിറ്റിനെ മാത്രം ഇവിടെ നിർത്തി മറ്റ് സേനാംഗങ്ങളെയും വാഹനങ്ങളും മറ്റു സ്റ്റേഷനുകളിലേക്ക് മാറ്റിയിരുന്നു. വെസ്റ്റ് ഹിൽ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലും പുതിയ സ്റ്റാൻഡിനടുത്തും കോൺട്രസ്റ്റിലും തീപിടുത്തമുണ്ടായപ്പോൾ ബീച്ച് ഫയർ സ്റ്റേഷൻ ഇല്ലാത്തതും ചർച്ചയായിരുന്നു. നഗരപരിധിക്കുള്ളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളുടെ വ്യാപ്തി കുറയ്ക്കുന്നതിന് ബീച്ച് ഫയർ സ്റ്റേഷൻ പൂർണ്ണാവസ്ഥയിൽ പുനഃസ്ഥാപിക്കേണ്ടത് അനിവാര്യമാണെന്നും MDC നൽകിയ കത്തിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്ന BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രന്റെ പ്രസ്താവന CPIM BJP ബാന്ധവം തുറന്നു കാട്ടുന്നതാണെന്ന് വടകര UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. ഓർക്കാട്ടേരിയിൽ വടകര മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി. BJP 2ാം സ്ഥാനത്തെത്തിയ ഒരു മണ്ഡലത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് വരില്ലെന്ന ഉറപ്പ് സുരേന്ദ്രൻ നൽകിയിരിക്കുന്നതെന്നും CPIMുമായി കാലങ്ങളായി വയ്ക്കുന്ന ധാരണയാണ് പരസ്യമായി സുരേന്ദ്രൻ വാർത്താസമ്മേളനം വിളിച്ചു പറഞ്ഞിരിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു. വടകരയിൽ മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും BJPയും CPIMും തമ്മിൽ രഹസ്യ ധാരണയുണ്ട്. ഇത് മുൻപേ പറഞ്ഞതാണ്. 2 കൂട്ടരുടെയും ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമാണെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു. അതിനുവേണ്ടി ഇരുകൂട്ടരും പരസ്പരം നീക്കുപോക്കുകൾ നടത്തുകയാണ്. CPIMും BJPയും പരസ്പരം എത്ര കണ്ട് സഹായിച്ചാലും വടകരയും കേരളവും രാജ്യവും വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യും. BJPയുടെ വിദ്വേഷ രാഷ്ട്രീയവും അതിന് കുടപിടിക്കുന്ന CPIMന്റെ അവസരവാദ രാഷ്ട്രീയവും വടകരയിലെ ജനത കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. സുരേന്ദ്രനും ഒപ്പമുള്ളവരും CPIMും എത്ര ശ്രമിച്ചാലും വടകര വർഗീയ രാഷ്ട്രീയത്തിനെതിരെ വിധിയെഴുതുമെന്നും തൃശൂരിലും ഇരുകൂട്ടരും തമ്മിൽ സമാനമായ അന്തർധാര ഉണ്ടെന്നും ഷാഫി ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, വടകര. ബേപ്പൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചൂടുപിടിക്കുന്നു. ബേപ്പൂർ നല്ലളം മേഖലകളിൽ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ സംഘടിപ്പിച്ചു. വിവിധ യോഗങ്ങളിൽ CPM നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. LDF നടുവട്ടം ഈസ്റ്റ് മേഖല കൺവെൻഷൻ CPM ഏരിയ കമ്മിറ്റി അംഗം വാഴയിൽ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി അംഗം T. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ബഷീർ പാണ്ടിക്കച്ചാല, KV ശിവദാസൻ, കൗൺസിലർ M. ഗിരിജ, ശശിധരൻ മേക്കുന്നത്ത്, PV ഹൈദരലി എന്നിവർ സംസാരിച്ചു. ഒരു വർഷത്തിലേറെ നീണ്ടുന്ന സമരം, ഐതിഹാസികമായ സമരം. 750ഓളം കർഷകർ തണുത്ത് വിറച്ച് മരിക്കുന്ന സ്ഥിതിയുണ്ടായി. എന്നാൽ പോലും ആ സമരത്തിൽ നിന്ന് പിന്മാറാൻ കർഷകർ തയ്യാറായില്ല. അവകാശങ്ങൾ നേടിയെടുക്കുന്നവരെ ഞങ്ങൾ ഡൽഹിയിൽ തന്നെ താമസിക്കും, ഞങ്ങൾ അവകാശം നേടിയെടുത്തിന് മാത്രമേ പോയൂ എന്ന് പ്രഖ്യാപിച്ചു. അതൊരു ഐതിഹാസികമായ സമരമായിരുന്നു. ഈ സമരം ഉയർന്നു വന്നപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ അടിത്തറ ഇളകുന്ന സാഹചര്യമെത്തി. അവരുടെ പിന്തുണ നഷ്ടപ്പെടുന്നു. ജനങ്ങളിൽ നിന്നും BJP ഒറ്റപ്പെടുന്ന ചിന്ത
ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളർന്നു വന്നു. സ്വാഭാവികമായും ആ തിരിച്ചറിവ് BJPക്ക് ഉണ്ടായി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നോളം കാണാത്ത വിധത്തിൽ ഒരു പ്രധാനമന്ത്രി പരസ്യമായി മാപ്പ് പറയാ ജനങ്ങളോട്. ആ ബില്ല് ഞാൻ പിൻവലിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നല്ലളത്ത് വെസ്റ്റ് മേഖല തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവെൻഷൻ P. ജയപ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. വിനോദ് പറനാട്ടിൽ അധ്യക്ഷനായിരുന്നു. C. വത്സരാജ്, എയർലൈൻസ് അസീസ്, M. ഗോപാലകൃഷ്ണൻ, T. റുമീസ്, P. K. അബ്ദുറഹിമാൻ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. അതെ, കല്യാൺ സിൽക്സ് കൊല്ലത്തൊരു ബഡാ ഷോറൂമും കോഴിക്കോട് ഒരു ബഹുത്ത് ബഡാ ഷോറൂം തുടങ്ങുന്നുണ്ടല്ലോ. അത് നിങ്ങൾ പറഞ്ഞിട്ടാ? അത് പറയേണ്ടവര് പറഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞിട്ടാ. കോഴിക്കോടുകാർക്ക് എന്താ വലിയ ഷോറൂം പറ്റില്ലേ? വലുതൊരെണ്ണം വരട്ടേന്നേ. കൊല്ലത്ത് വലിയ ഷോറൂമും വലിയ കളക്ഷനും വരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. വലുതൊരെണ്ണം വരട്ടെന്നേ. നമ്മൾ ഈ വെഡിങ് പർച്ചേസിനൊക്കെ പോകുമ്പോൾ കുറച്ച് പ്രൈവസി ഒക്കെ വേണ്ടേ? പുതിയ ഷോറൂമിൽ ഒരേ സമയത്ത് ഒരു 10-200 വെഡിങ് പാർട്ടീസിന് സുഖമായിട്ട് ഷോപ്പ് ചെയ്യാം. വലുതൊരെണ്ണം വരട്ടെന്നേ. ഫ്രഷ് ഐഡിയാസ് വന്നാലേ ഷോപ്പിംഗ് സുഖമാവുള്ളൂ. വലുതൊരെണ്ണം വരട്ടേന്നേ. കേട്ടല്ലോ, വലുതൊരെണ്ണം വരട്ടെന്നേ. ഒന്നല്ല, രണ്ടെണ്ണം. 2 വലിയ ഷോറൂമുകളുമായി കല്യാൺ സിൽക്സ് എത്തുന്നു. ഉദ്ഘാടനം ശ്രീ പൃഥ്വിരാജ്. കോഴിക്കോട് മാർച്ച് 20-ന്, കൊല്ലം മാർച്ച് 25-ന്. കല്യാൺ സിൽക്സ്, തൊണ്ടയാട് ജംഗ്ഷൻ, മാവൂർ റോഡ്, കോഴിക്കോട്. ചിന്നക്കട, കൊല്ലം. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ. ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്. 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും. വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഗോദീശ്വരം ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തുടക്കമായി. തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടന്നു. സാംസ്കാരിക സമ്മേളനം RG ഗ്രൂപ്പ് ചെയർമാൻ RG രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഉത്സവ പരിപാടികൾ 22-ന് സമാപിക്കും. ഉത്സവത്തിന്റെ ഭാഗമായി ഗോദീശ്വരം ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ക്ഷേത്ര ഭജന സമിതിയുടെ നേതൃത്വത്തിൽ ഭജന, ലളിതാ സഹസ്രനാമ ജപം, ഭഗവത്ഗീത പാരായണം, നൃത്തങ്ങൾ എന്നിവ നടന്നു. സാംസ്കാരിക സമ്മേളനം RG ഗ്രൂപ്പ് ചെയർമാൻ RG രമേശൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് ജനാർദ്ദനൻ പിണ്ണാണത്ത് അധ്യക്ഷത വഹിച്ചു. മുൻ തന്ത്രി അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിയുടെ ഫോട്ടോ അനാച്ഛാദനം രക്ഷാധികാരി തളിയാടത്ത് ഇമ്പിച്ചൂട്ടി നിർവഹിച്ചു. വിവിധ മേഖലകളിലുള്ളവരെയും ചടങ്ങിൽ ആദരിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി ദേവിക്ക് പൊങ്കാല സമർപ്പണം, ബേപ്പൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുള്ള ആഘോഷവരവ് എന്നിവ നടന്നു. മാർച്ച് 19 മുതൽ ഉത്സവ ദിവസം വിശേഷാൽ പൂജകൾ, രാവിലെ ആധ്യാത്മിക പ്രഭാഷണം, ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട്, ഭജന, രാത്രി നൃത്തങ്ങൾ എന്നിവയുമുണ്ടാകും. ഉത്സവം മാർച്ച് 22-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ബേപ്പൂർ BC റോഡ് വാരിയം വീട് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവം ആഘോഷിച്ചു. പൂജകൾക്കും മറ്റ് ചടങ്ങുകൾക്കും ക്ഷേത്രം ഭാരവാഹികൾ നേതൃത്വം നൽകി. ബേപ്പൂർ BC റോഡ് വാരിയം വീട് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന താലപ്പൊലി മഹോത്സവം ഭക്തി നിർഭരമായി നടന്നു. രാവിലെ ഗണപതി ഹോമത്തോടെ പരിപാടികൾ ആരംഭിച്ചു. കലശം വരവ്, താലപ്പൊലി, നാഗപൂജ, കലശപൂജ, ഗുരുതി, ഗുളികൻ കർമ്മം, പ്രസാദ ഊട്ട് എന്നിവയും നടന്നു.
എളമ്പിലാശ്ശേരി, കണാരൻ, ശശിഭൂഷൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സഹകരണ ബാങ്കുകളെ സംരക്ഷിച്ചു നിർത്താൻ സഹകാരികൾ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് സ്പീക്കർ എൻ ഷംസീർ. വന്യജീവി ആക്രമണ ഭീഷണി നേരിടുന്ന മലയോര മേഖലയിലെ കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്നതിനായി CMP ഹൈക്കോടതിയിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നിന്റെ ക്ഷാമത്തിന് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് MK രാഘവൻ MP-യുടെ ഉപവാസ സമരം. ബീച്ച് ഫയർ സ്റ്റേഷൻ താൽക്കാലികമായി പ്രവർത്തിക്കാൻ സരോവരത്തെ സ്ഥലം അനുയോജ്യമാണെന്ന് റിപ്പോർട്ട്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്ന കെ സുരേന്ദ്രന്റെ പ്രസ്താവന CPM BJP ബാന്ധവത്തിന്റെ ഉദാഹരണമെന്ന് ഷാഫി പറമ്പിൽ. ബേപ്പൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചൂടുപിടിക്കുന്നു. ഗോദീശ്വരം ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തുടക്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.